ഹായ്, ആരെവിടെ? അദ്രൂസ് വേൾഡിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്നിപ്പോൾ നമ്മളിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് കുട്ടി ദോശയാണ് കേട്ടോ. കുട്ടി ദോശ എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കണോ, ഇത് വലിയ ദോശ ചെറുതാക്കി ഉണ്ടാക്കണോ, അപ്പോൾ ഇത്തിരിയും കൂടി കട്ടിയിൽ ഉണ്ടാക്കും. ഇത് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഉണ്ണികൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. വലിയവർക്കാണെങ്കിലും നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഒരെണ്ണത്തെ മതി 3 എണ്ണം വരെ ഉണ്ടാക്കാൻ പറ്റും. ഇവർക്ക് ദോശ എന്ന് പറഞ്ഞാൽ ഒരെണ്ണം മതി കേട്ടോ. ഇവിടുത്തെ ഒരെണ്ണം എൻ്റെ മോനും പിന്നെ 2 ആങ്ങളൊരു കൊച്ചുങ്ങളാണ്. അപ്പോൾ അവർക്ക് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു അലർജിയാണ്. അപ്പോൾ ഒരുവിധം നമ്മുടെ വീട്ടിലെ കുറുമ്പന്മാരും കുറുമ്പത്തികളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു സംഭവം കറക്റ്റായിരിക്കും. ഫുഡ് കഴിക്കാമെന്ന് പറയുന്നത് അവർക്കൊരു മടിയാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കഴിക്കാൻ പറ്റുന്ന ഇഷ്ടമുള്ള വേറെ ഓരോ മോഡലുകളിൽ നമ്മൾ ഉണ്ടാക്കണം. ഇതിപ്പോൾ കുട്ടി ദോശ എന്ന് പറഞ്ഞപ്പോൾ അയ്യോ ആൻറ്റി ഇത് എന്തൊരു കുഞ്ഞു ദോശയാണ്, ഇതെനിക്ക് ഒരെണ്ണം പോരാട്ടാ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവിടെ തല്ലൂട്ടാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്നത് ചട്നിയാണ്. അവർക്ക് വേറെ അങ്ങനെ കൂടുതൽ ഐറ്റംസുകളൊന്നും വേണമെന്നില്ല. അപ്പോൾ നമ്മൾ ചട്നി ഉണ്ടാക്കി അത് അധികം എരിവൊന്നും ഇടാണ്ട് എന്നുവെച്ചാൽ നല്ല കട്ടിയിലാക്കുമ്പോൾ അവർക്കത് നല്ല ടേസ്റ്റോടും സ്വാദോടും കൂടി കഴിക്കാനും പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് അവർക്ക് കഴിക്കാൻ പറ്റുന്ന ബോണ്ടിൽ കുറച്ച് നല്ല രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ണിയോള് വയറ് നിറച്ച് കഴിച്ചോളൂ. അപ്പോൾ ഇത് ഇവിടെ ചട്നി ശരിയായി നല്ല മണമൊക്കെ വരുന്നുണ്ട്. അത് നമ്മൾ ചട്നി പൊട്ടിക്കുമ്പോൾ പിന്നെ കുറച്ച് മുഴുവൻ മുളകും വേപ്പലയും അതൊക്കെ ഇടുമ്പോൾ അതിനൊരു പ്രത്യേകതയാണ്. അപ്പോഴാണ് ചട്നി ആവുള്ളൂ. പിന്നെ അവർക്ക് പാൽ ചായ അധികം ഇഷ്ടമല്ല. പാൽ ചായ അങ്ങനെ കുടിക്കില്ല അവർ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കട്ടൻ ചായ ആണെങ്കിൽ നല്ല ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ കട്ടൻ ചായയാണ് ഉണ്ണികൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത്. എനിക്കും അതാട്ടാ ഇങ്ങനെ ദോശ പുട്ട് അതേപോലെ തന്നെ നമ്മൾ പച്ചപലഹാരങ്ങൾ കഴിക്കില്ലേ, അതെനിക്ക് പാൽ ചായക്കാളും ഇഷ്ടം കട്ടൻ ചായയാണ്. ഇതായിപ്പോൾ ഭയങ്കര സന്തോഷമായി. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.